going on to the next topic, catchment area or catchment basins. നമുക്ക് catchment area എന്താണെന്ന് നോക്കാം. Catchment area is an extended or an area of land where surface water from rain, melting snow or ice coverages to single point at a lower elevation, usually the exit of the basin where the waters join another water body such as river, lake, reservoirs, etc. It is also known as the drainage basins or catchment basins or watershed. ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് റെയിന്, സ്നോ ഇവയൊക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് ഒഴുകി ഒരു റിവറിലോ ലേക്സിലോ സീസിലോ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റെയിൻഫാൾ അക്യുമുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്നോഫാൾ അക്യുമുലേറ്റ് ചെയ്യുന്ന ആ കംപ്ലീറ്റ് ഏരിയയെ ആണ് ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഈ ക്യാച്ച്മെൻറ്റ് ഏരിയനെ തന്നെ ഡ്രെയിനേജ് ബേസിൻസ് അല്ലെങ്കിൽ ക്യാച്ച്മെൻറ്റ് ബേസിൻ അതും അല്ലെങ്കിൽ വാട്ടർഷെഡ് എന്നുകൂടി പറയാറുണ്ട്. ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ കുറച്ച് ഫീച്ചേഴ്സാണ് പറയുന്നത്. ലാൻഡ് ഈസ് നോട്ട് ലെവൽഡ് എനിവേർ. നമ്മുടെ എർത്ത് സർഫസിലെ ലാൻഡിൻ്റെ ടോപ്പോഗ്രഫി നോക്കുകയാണെങ്കിൽ എവിടെയും ഒരു ലെവൽഡ് സർഫസ് ഒന്നുമല്ല, അല്ലേ? ദ ടോപ്പോഗ്രഫി കൺസിസ്റ്റ് ഓഫ് എ പ്ലെയിൻ ലാൻഡ് ആൻഡ് മൗണ്ടെയ്ൻസ്. അവിടെ പ്ലെയിൻ ലാൻഡും വരുന്നുണ്ട്, അതുപോലെ തന്നെ മൗണ്ടെയ്ൻസ് വരുന്നുണ്ട്, ഡിപ്രഷൻസ് വരുന്നുണ്ട്, ഹില്ലി ഏരിയാസ് വരുന്നുണ്ട്, വാലീസ് വരുന്നുണ്ട്, അല്ലേ? ഇങ്ങനെ ഒരുപാട് ടോപ്പോഗ്രഫിക്കലായിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മുടെ എർത്തിനുണ്ട്. റെയിൻ വാട്ടർ ഫ്രം മൗണ്ടെയിൻ ടോപ്പ് ഓഫ് ഹൈ ലാൻഡ് ഫ്ലോസ് ഓൺ സ്ലോപ്സ്. റെയിൻ ഒരു ഹില്ലി ഏരിയാസിലൊക്കെ ഫാൾ ചെയ്യുന്നുണ്ടല്ലേ. അങ്ങനെ എർത്ത് സർഫസിൽ എത്തുന്ന വാട്ടർ ടോപ്പോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു സ്ലോപ്പിനെ അടിസ്ഥാനമാക്കിയിട്ട്, അവിടെ ഒരു സ്ലോപ്പ് ഉണ്ടാവില്ലേ, ഹില്ലി ഏരിയാസിലൊക്കെ സ്ലോപ്സ് കൂടുതലാണ്. ആ ഒരു സ്ലോപ്പിനെ അടിസ്ഥാനമാക്കി ഒരു ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് വാട്ടർ മൂവ് ചെയ്യുന്നു. ഇങ്ങനെ ഒഴുകിയെത്തുന്ന വാട്ടർ റിവറിലോ സീസിലോ ലേക്സിലോ വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ഫ്ലോയിങ് വാട്ടർ അക്യുമുലേറ്റ്സ് ഓൺ പ്ലെയിൻ ഏരിയ നോൺ ആസ് ക്യാച്ച്മെൻറ്റ്. അങ്ങനെ ഒഴുകിയെത്തുന്ന വെള്ളം ഒരു ലോവർ ലെവലിലുള്ള പ്ലെയിൻ സർഫസിലാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഈ പ്ലെയിൻ സർഫസിനെ പറയുന്ന പേരാണ് ക്യാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയാം. ക്യാച്ച്മെൻറ്റ് ഏരിയയ്ക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റിവേഴ്സ്, പോൺസ്, ലേക്സ്, റിസർവോയേഴ്സ്, സീസ്, ഓഷ്യൻസ് അങ്ങനെയൊക്കെ എക്സാമ്പിളായിട്ട് പറയാം. ഒരു സീ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ക്യാച്ച്മെൻറ്റ് ഏരിയ ആണ്. നമുക്ക് റിവേഴ്സിൽ നിന്നും അതുപോലെ തന്നെ അതർ സ്ട്രീംസിൽ നിന്നൊക്കെ വാട്ടർ എത്തിച്ചേരുന്ന ഒരു പ്ലേസാണ് റിവർ. റിവർ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ക്യാച്ച്മെൻറ്റ് ഏരിയ ആണ്. ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ ജനറലായിട്ട് രണ്ട് ടൈപ്സ് വരുന്നുണ്ട്. പാൻ ഷേപ്പ്ഡ് ക്യാച്ച്മെൻറ്റും ഫേൺ ലീഫ് ക്യാച്ച്മെൻറ്റ്സും. ഫാൻ ഷേപ്പ്ഡ് ക്യാച്ച്മെൻറ്റ്, ഓൾ ദ ട്രൈബ്യൂട്ടറീസ് ആർ അപ്രോക്സിമേറ്റ്ലി ഓഫ് ദ സെയിം സൈസ്. ഈ ഒരു ടൈപ്പിൽ വരുന്ന പോഷക നദികളുടെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെയായിരിക്കും. ഗീവ്സ് ഗ്രേറ്റർ റൺ ഓഫ് ബിക്കോസ് ദ പീക്ക് ഫ്ലഡ് ഫ്രം ദി ട്രൈബ്യൂട്ടറീസ് ഈസ് ലൈക്ലി ടു റീച്ച് ദ മെയിൻ സ്ട്രീം അപ്രോക്സിമേറ്റ്ലി അറ്റ് ദ സെയിം ടൈം. ഇവിടെയുള്ള വാട്ടറിൻ്റെ ഒഴുക്ക് അഥവാ റൺ ഓഫ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇവിടെ എന്താ റൺ ഓഫ് കൂടാൻ കാരണം എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന ഫ്ലഡിലാണ് വാട്ടർ മെയിൻ സ്ട്രീമിലേക്ക് എത്തിച്ചേരുന്നത്. ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണിച്ച ഫിഗർ ഒരു ഫാൻ ഷേപ്പ്ഡ് ക്യാച്ച്മെൻറ്റിൻ്റെയാണ്. ഇത് കുറച്ച് ബ്രോഡ് ടൈപ്പാണ്. ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ബ്രോഡായിട്ടുള്ള ടൈപ്പാണ്. അതിൽ മെയിൻ സ്ട്രീമും ട്രൈബ്യൂട്ടറീസൊക്കെ ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ നെക്സ്റ്റ് ടൈപ്പാണ് ഫേൺ ലീഫ് ക്യാച്ച്മെൻറ്റ്. ദ ട്രൈബ്യൂട്ടറീസ് ആർ ജനറലി ഓഫ് ഡിഫറെൻറ്റ് ലെങ്ത് ആൻഡ് മീറ്റ് ദ മെയിൻ സ്ട്രീം അറ്റ് ദ റെഗുലർ ഇൻ്റർവെൽസ്. ഇവിടെ ഈ ഒരു ടൈപ്പിൽ പോഷക നദികളുടെ ലെങ്ത് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ ട്രൈബ്യൂട്ടറീസിൽ നിന്നുള്ള വാട്ടർ ഒരു റെഗുലർ ഇൻ്റർവെല്ലിലാണ് മെയിൻ സ്ട്രീമിൽ റീച്ച് ചെയ്യുന്നത്. Such a narrow catchment, the peak flood intensity is reduced since discharges are likely to be distributed over a long period of time. നേരത്തെ പറഞ്ഞ ഫാൻ ഷേപ്പ്ഡ് ഒരു ബ്രോഡ് ടൈപ്പ് ആയിരുന്നു അല്ലേ. എന്നാൽ ഈ ഒരു ഫേൺ ലീഫ് ടൈപ്പ് എന്ന് പറയുന്നത് ഒരു നാരോ ക്യാച്ച്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പീക്ക് ഫ്ലഡ് ഇൻറ്റൻസിറ്റിയും കുറവാണ്.
പീക്ക് ഫ്ലഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇവിടെ കുറവായിരിക്കും. അഥവാ ഇവിടെ വാട്ടർ ഒരു മെയിൻ സ്ട്രീമിലേക്ക് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സമയം ആ ഡിസ്ചാർജിങ് പ്രോസസ്സിന് വേണ്ടി വരും. വാട്ട് ഈസ് ആൻ ഇൻ്റർസെപ്റ്റഡ് catchment area? It can be defined as when the rain over a catchment, not all the precipitation fall directly on the ground before it reaches the ground. A part of it may be caught by the vegetation and subsequently evaporated. The volume of water so caught is called interception. ഇവിടെ എന്താ പറയുന്നത്, ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയയിലേക്ക് റെയിൻഫാൾ എത്തുന്നുണ്ട്. ഇതിൽ റെയിൻഫാൾ കംപ്ലീറ്റ് ആയിട്ട് എർത്ത് സർഫസിൽ നേരിട്ട് എത്തുന്നില്ല. ആ ഒരു വാട്ടർ ഗ്രൗണ്ടിൽ എത്തുന്നതിന് മുന്നേ ഒരു ഗ്രൗണ്ടിലുള്ള പ്ലാന്റ്സിലോ അതിൻ്റെ ലീവ്സിലോ ഒക്കെ തങ്ങി നിൽക്കും. ഈ വാട്ടർ പിന്നീട് എന്താണ് ഇവാബ്രേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ഇവാബ്രേറ്റ് മീൻസ് ബാഷ്പീകരിച്ച് പോകും. ഇവിടെ ഈ പ്ലാന്റ്സിലും ലീവ്സിലും ഒക്കെ തങ്ങി നിൽക്കുന്ന വാട്ടറിനെയാണ് ഇൻ്റർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഏരിയനെ പറയുന്ന പേരാണ് ഇൻ്റർസെപ്റ്റഡ് ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന്. നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ്, ആവറേജ്, ബാഡ് ക്യാച്ച്മെൻറ്റ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ നല്ലതും ആവറേജും മോശമായിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, ഗുഡ് ക്യാച്ച്മെൻറ്റ്. If characteristics of catchment area contributes of more yield, it is called good catchment. Fan-shaped areas is high rainfall zone with light soil and less vegetation with no ponds contributes good catchment. A good catchment has high good catchment എന്ന് പറയുന്നത് ഈ ഒരു catchment കൂടുതൽ yield നൽകുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഫാൻ ഷേപ്ഡ് ഏരിയ കൺസിഡർ ചെയ്യുകയാണ്. അവിടെയുള്ള റെയിൻഫാൾ എന്ന് പറയുന്നത് ഹൈ ആണ്. അതുപോലെ തന്നെ ലൈറ്റ് സോയിൽസ് ആണ് അവിടെ കണ്ടുവരുന്നത്. അതുപോലെ ലെസ് വെജിറ്റേഷനുമാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഏരിയ ആണെങ്കിൽ ആ ക്യാച്ച്മെൻറ്റ് ഏരിയയെ ഗുഡ് ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയും. ഇവിടെ ഉണ്ടാകുന്ന റൺ ഓഫ് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. നെക്സ്റ്റ്, ബാഡ് ക്യാച്ച്മെൻറ്റ്. ഇഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാച്ച്മെൻറ്റ് ഏരിയ കോൺട്രിബ്യൂട്ട്സ് ടു ലെസ് ഈൽഡ്, ഇറ്റ് ഈസ് കാൾഡ് ബാഡ് ക്യാച്ച്മെൻറ്റ്. Fern-shaped catchment in a low rainfall zone with high porosity, large vegetation, more number of ponds formed bad catchment. A poor catchment has low runoff coefficient. ബാഡ് ക്യാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാച്ച്മെൻറ്റിൻ്റെ ഈൽഡ് വളരെ കുറവായിരിക്കും. ഒരു ഫേൺ ഷേപ്ഡ് ക്യാച്ച്മെൻറ്റിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഏരിയയിലെ റെയിൻഫാൾ എന്ന് പറയുന്നത് കുറവും അതുപോലെ ഹൈ പൊറോസിറ്റീവും ലാർജ് വെജിറ്റേഷൻസും ഒക്കെ ആണെങ്കിൽ അതൊരു ബാഡ് ക്യാച്ച്മെൻറ്റിൻ്റെ ഫോർമേഷനാണ്. ഇവിടെയുള്ള റൺ ഓഫ് കോയിഫിഷ്യൻറ്റും എന്ന് പറയുന്നത് കുറവായിരിക്കും. നെക്സ്റ്റ്, ആവറേജ് ക്യാച്ച്മെൻറ്റ്. ഇഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്യാച്ച്മെൻറ്റ് ഏരിയ കോൺട്രിബ്യൂട്ട്സ് ആവറേജ് റൺ ഓഫ്, ഇറ്റ് ഈസ് കാൾഡ് ആവറേജ് ക്യാച്ച്മെൻറ്റ് ഏരിയ. ആൻ ഏരിയ വിത്ത് ആവറേജ് റെയിൻഫാൾ, മീഡിയം വെജിറ്റേഷൻ, മീഡിയം പൊറോസിറ്റി ഫോംസ് ആവറേജ് ക്യാച്ച്മെൻറ്റ്. ഇവിടെ എന്താ പറയുന്നത്, ഒരു ഗുഡ് ക്യാച്ച്മെൻറ്റിൻ്റെയും ബാഡ് ക്യാച്ച്മെൻറ്റിൻ്റെയും മിഡിലിൽ വരുന്ന ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയയാണ് ആവറേജ് ക്യാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്.